നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് KPSC സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ 10th ലെവൽ കോമൺ പ്രിലിംസ് സ്റ്റേജ് 2. ഒന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? 1. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. 3. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഉത്തരം 1, 2. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. രണ്ടാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1. ഫക്രാനങ്കൽ സത്ലജ്. 2. ഹിരാക്കുഡ് മഹാനദി. 3. തെഹ്രി ഡാം കൃഷ്ണ. 4. സർദാർ സരോവർ നർമ്മദ. ഉത്തരം 1, 2, 4. ഫക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ. മൂന്നാമത്തെ ചോദ്യം. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? 1. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 2. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 3. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 4. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉത്തരം 1, 2, 3. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. നാലാമത്തെ ചോദ്യം. മക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1. ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. 2. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപർ ആയിരുന്നു. 3. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. 4. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. ഉത്തരം എല്ലാം ശരിയാണ്. ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപർ ആയിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? 1. സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. 2. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 4. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഉത്തരം 1, 2, 3. സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ആറാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകൾ പെടാത്തത് ഏത്? 1. പ്രീ സ്റ്റെപ്സ് ഓഫ് ജീസസ്. 2. തുഹ്ഫത്തുൽ മുഹാഉദ്ദീൻ. 3. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. 4. തഹിഹിത ബോധിനി. ഉത്തരം 4. തഹിഹിത ബോധിനി. ഏഴാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. 1. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ. 2. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. 3. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. 4. കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. ഉത്തരം 2, 3. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. എട്ടാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? 1. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം. 2. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. 3. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ആണ്. 4. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഉത്തരം എല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ആണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഒൻപതാമത്തെ ചോദ്യം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? 1. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ. 2. നാറ്റോ ബ്രസൽസ്. 3. ഗ്രീൻ പീസ് ആംസ്റ്റർ. 4. ഇന്റർപോൾ ലിയോ. ഉത്തരം 1. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ. 10ാമത്തെ ചോദ്യം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ബി BR അംബേദ്കർ. ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. 11ാമത്തെ ചോദ്യം. അസം ഹിമാലയ പർവ്വതങ്ങൾ ഉയരം കൂടിയത്? ഓപ്ഷൻ എ സംരാമതി. ഓപ്ഷൻ ബി തെമ്പു. ഓപ്ഷൻ സി കാങ്ടോ. ഓപ്ഷൻ ഡി നമച്ച ബർവ. ഉത്തരം ഓപ്ഷൻ ഡി നമച്ച ബർവ. 12ാമത്തെ ചോദ്യം. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്? ഓപ്ഷൻ എ ടെറായ്. ഓപ്ഷൻ ബി എസ്കർ. ഓപ്ഷൻ സി കരീബ. ഓപ്ഷൻ ഡി ബാബർ. ഉത്തരം ഓപ്ഷൻ സി കരീബ. 13ാമത്തെ ചോദ്യം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? ഓപ്ഷൻ എ ഓപ്പൺ കാസ്റ്റ് മൈനിങ്. ഓപ്ഷൻ ബി ഹൈവാൾ മൈനിങ്. ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. ഓപ്ഷൻ ഡി പ്ലേസർ മൈനിങ്. ഉത്തരം ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. 14ാമത്തെ ചോദ്യം. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്? ഓപ്ഷൻ എ ഹാമറ്റൈറ്റ്. ഓപ്ഷൻ ബി ബേരിയം സൾഫേറ്റ്. ഓപ്ഷൻ സി മഗ്നീഷ്യം. ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. ഉത്തരം ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. 15ാമത്തെ ചോദ്യം. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്? ഓപ്ഷൻ എ പ്രളയ സമതലങ്ങൾ. ഓപ്ഷൻ ബി എക്കൽ കോണുകൾ. ഓപ്ഷൻ സി മടഞ്ഞിട്ട അരുവികൾ. ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. 16ാമത്തെ ചോദ്യം. നൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ രാജസ്ഥാൻ. ഓപ്ഷൻ ബി ഗുജറാത്ത്. ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. 17ാമത്തെ ചോദ്യം. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ഓപ്ഷൻ എ ഖസാൻ റഷ്യ. ഓപ്ഷൻ ബി കെയ്റോ ഈജിപ്റ്റ്. ഓപ്ഷൻ സി ദുബായ് UAE. ഓപ്ഷൻ ഡി ബീജിംഗ് ചൈന. ഉത്തരം ഓപ്ഷൻ എ ഖസാൻ റഷ്യ. 18ാമത്തെ ചോദ്യം. ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഇരുമ്പുരുക്ക് വ്യവസായം. ഓപ്ഷൻ ബി ടെക്സ്റ്റൈൽ വ്യവസായം. ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. ഓപ്ഷൻ ഡി രാസ വ്യവസായം. ഉത്തരം ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. 19ാമത്തെ ചോദ്യം. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാഗ്നൈസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ബി മധ്യപ്രദേശ്. ഓപ്ഷൻ സി കർണാടകം. ഓപ്ഷൻ ഡി ഒഡീഷ. ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. 20ാമത്തെ ചോദ്യം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. ഓപ്ഷൻ ബി രാജ്യാന്തര വനവൽക്കരണ പദ്ധതി. ഓപ്ഷൻ സി അന്തർദേശീയ സമുദ്രതട സംരക്ഷണം. ഓപ്ഷൻ ഡി പശ്ചിമഘട്ട വന്യജീവി സംരക്ഷണം. ഉത്തരം ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. 21ാമത്തെ ചോദ്യം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 60 വയസ്സിൽ താഴെയുള്ളവർ. ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ഓപ്ഷൻ സി 60 വയസ്സ് കഴിഞ്ഞ വനിതകൾ. ഓപ്ഷൻ ഡി പ്രായപരിധിയില്ല. ഉത്തരം ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. 22ാമത്തെ ചോദ്യം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 2008. ഓപ്ഷൻ ബി 2005. ഓപ്ഷൻ സി 2010. ഓപ്ഷൻ ഡി 2015. ഉത്തരം ഓപ്ഷൻ സി 2010. 23ാമത്തെ ചോദ്യം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം. ഓപ്ഷൻ ബി കർണാടക. ഓപ്ഷൻ സി തമിഴ്നാട്. ഓപ്ഷൻ ഡി ഗോവ. ഉത്തരം ഓപ്ഷൻ എ കേരളം. 24ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 1. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക. 2. ഫ്യൂഡൽ നികുതി നൽകുക. 3. നികുതി നൽകാതിരിക്കുക. ഉത്തരം 2. ഫ്യൂഡൽ നികുതി നൽകുക. 25ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ അരുൾനൂൽ. ഓപ്ഷൻ ബി ആദിഭാഷ.
ഓപ്ഷൻ സി വേദാധികാര നിരൂപണം. ഓപ്ഷൻ ഡി നവമഞ്ചരി. ഉത്തരം ഓപ്ഷൻ ഡി നവമഞ്ചരി. 26ാമത്തെ ചോദ്യം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഷോർട്ടുഗായ്. ഓപ്ഷൻ ബി ലോഥൽ. ഓപ്ഷൻ സി ധൊളാവിര. ഓപ്ഷൻ ഡി ചാൻഹുദാരോ. ഉത്തരം ഓപ്ഷൻ സി ധൊളാവീര. 27ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 1. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. 2. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 3. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഉത്തരം 1. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. 28ാമത്തെ ചോദ്യം. പാഞ്ചാലി ശപഥം എഴുതിയത് ആര്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. ഓപ്ഷൻ ബി പ്രേംചന്ദ്. ഓപ്ഷൻ സി സത്യേന്ദ്രനാഥ് ടാഗോർ. ഓപ്ഷൻ ഡി വള്ളത്തോൾ. ഉത്തരം ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. 29ാമത്തെ ചോദ്യം. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? ഓപ്ഷൻ എ വീരേശലിംഗം. ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി. ഓപ്ഷൻ സി ജ്യോതിബ ഫുലെ. ഓപ്ഷൻ ഡി ഇ പി രാമസ്വാമി നായ്ക്കർ. ഉത്തരം ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ. 30ാമത്തെ ചോദ്യം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ എ മഹാരാഷ്ട്ര. ഓപ്ഷൻ ബി തെലങ്കാന. ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. ഓപ്ഷൻ ഡി തമിഴ്നാട്. ഉത്തരം ഓപ്ഷൻ ബി തെലങ്കാന. 31ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. കോളം എ സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം, സമത്വത്തിനായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. കോളം ബി 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ, 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ, 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ, 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. ഉത്തരം സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിനെതിരായുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. 32ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ എ പോറ്റി ശ്രീരാമലു. ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. ഓപ്ഷൻ സി വെങ്കട ചെല്ലയ്യ. ഓപ്ഷൻ ഡി പ്രേം ബിഹാരി നാരായണൻ. ഉത്തരം ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. 33ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 1. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. 2. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 3. ശാസ്ത്ര വികസനം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഉത്തരം ഇവയെല്ലാം. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികസനം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. 34ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. ഓപ്ഷൻ സി പ്രധാനമന്ത്രി. ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. 35ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. 2. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 3. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ഉത്തരം 1, 2. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 36ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ബി രാജസ്ഥാൻ. ഓപ്ഷൻ സി മധ്യപ്രദേശ്. ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 37ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഓപ്ഷൻ എ TN ശേഷൻ. ഓപ്ഷൻ ബി സുകുമാർ സെൻ. ഓപ്ഷൻ സി രംഗനാഥ മിശ്ര.
ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ ബി സുകുമാർ സെൻ. 38ാമത്തെ ചോദ്യം. അന്യായമായി തടങ്കിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി മാൻഡമസ്, ഓപ്ഷൻ സി കോ വാറന്റോ, ഓപ്ഷൻ ഡി സെർഷ്യോററി. ഉത്തരം ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. 39ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ഗീതാഞ്ജലി, ഓപ്ഷൻ ബി ആനന്ദമഠം, ഓപ്ഷൻ സി മധുശാല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം. 40ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരല്ല? 1 അമ്മു സ്വാമിനാഥൻ, 2 ദാക്ഷായണി വേലായുധൻ, 3 രാജ്കുമാരി അമൃത് കൗർ, 4 സരോജിനി നായിഡു. ഉത്തരം ഇവയല്ല. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. 41ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ എ ബേപ്പൂർ കായൽ, ഓപ്ഷൻ ബി ചേറ്റുവ കായൽ, ഓപ്ഷൻ സി ചിത്താരി കായൽ, ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. ഉത്തരം ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. 42ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം? ഓപ്ഷൻ എ പൊന്തച്ചാടൻ, ഓപ്ഷൻ ബി ബുദ്ധമയൂരി, ഓപ്ഷൻ സി പുള്ളിയാര, ഓപ്ഷൻ ഡി ചീനപ്പൊട്ടൻ. ഉത്തരം ഓപ്ഷൻ ബി ബുദ്ധമയൂരി. 43ാമത്തെ ചോദ്യം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ കബനി, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി പമ്പ. ഉത്തരം ഓപ്ഷൻ എ കബനി. 44ാമത്തെ ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? ഓപ്ഷൻ എ പ്രണോയ് HS, ഓപ്ഷൻ ബി അനുഷ് അഗർവാല, ഓപ്ഷൻ സി വിഷ്ണു ശരവണ, ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. ഉത്തരം ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. 45ാമത്തെ ചോദ്യം. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി കാണ്ടാമൃഗം, ഓപ്ഷൻ സി വരയാട്, ഓപ്ഷൻ ഡി പുലി. ഉത്തരം ഓപ്ഷൻ സി വരയാട്. 46ാമത്തെ ചോദ്യം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ എ തുള്ളൽ, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി രാമനാട്ടം, ഓപ്ഷൻ ഡി തെയ്യം. ഉത്തരം ഓപ്ഷൻ സി രാമനാട്ടം. 47ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി കോരപ്പുഴ, ഓപ്ഷൻ സി മീനച്ചിലാർ, ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. ഉത്തരം ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. 48ാമത്തെ ചോദ്യം. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ചിങ്ങം 1, ഓപ്ഷൻ ബി നവംബർ 1, ഓപ്ഷൻ സി വൃശ്ചികം 1, ഓപ്ഷൻ ഡി മെയ് 1. ഉത്തരം ഓപ്ഷൻ എ ചിങ്ങം 1. 49ാമത്തെ ചോദ്യം. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത്? ഓപ്ഷൻ എ ഡീസൽ, ഓപ്ഷൻ ബി നാഫ്ത, ഓപ്ഷൻ സി പെട്രോൾ, ഓപ്ഷൻ ഡി മണ്ണെണ്ണ. ഉത്തരം ഓപ്ഷൻ ബി നാഫ്ത. 50ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? ഓപ്ഷൻ എ വൈപ്പിൻ, ഓപ്ഷൻ ബി നീണ്ടകര, ഓപ്ഷൻ സി മുനമ്പം, ഓപ്ഷൻ ഡി വിഴിഞ്ഞം. ഉത്തരം ഓപ്ഷൻ ബി നീണ്ടകര. 51ാമത്തെ ചോദ്യം. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1 ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. 2 താജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. 3 കലാപത്തെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 4 കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. ഉത്തരം 1, 4. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. 52ാമത്തെ ചോദ്യം. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന? ഓപ്ഷൻ എ നിഹോൺ ഹിഡാക്യോ, ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻസ്, ഓപ്ഷൻ സി സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്, ഓപ്ഷൻ ഡി വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഉത്തരം ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻകോ. 53ാമത്തെ ചോദ്യം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി? ഓപ്ഷൻ എ വിയപുരം, ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ, ഓപ്ഷൻ സി നടുഭാഗം, ഓപ്ഷൻ ഡി പായിപ്പാടൻ ചുണ്ടൻ. ഉത്തരം ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. 54ാമത്തെ ചോദ്യം. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം,
ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്. ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ ദർശനമാല. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതികുമ്മി. ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതികുമ്മി. 55-ാമത്തെ ചോദ്യം. 2025 പ്രഥമ ഖോ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. ഓപ്ഷൻ എ ഇന്ത്യ. ഓപ്ഷൻ ബി ശ്രീലങ്ക. ഓപ്ഷൻ സി ചൈന. ഓപ്ഷൻ ഡി നേപ്പാൾ. ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. 56-ാമത്തെ ചോദ്യം. ഇ.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം. ഓപ്ഷൻ എ രജനീരംഗം. ഓപ്ഷൻ ബി വെടിവട്ടം. ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഓപ്ഷൻ ഡി കാലത്തിൻ്റെ സാക്ഷി. ഉത്തരം ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 57-ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. ഓപ്ഷൻ എ ആനി മസ്ക്രീൻ. ഓപ്ഷൻ ബി അമ്മാളു അമ്മ. ഓപ്ഷൻ സി സരോജിനി നായിഡു. ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. 58-ാമത്തെ ചോദ്യം. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ഓപ്ഷൻ ഡി മൊറാഴ സമരം. ഉത്തരം ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. 59-ാമത്തെ ചോദ്യം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി. ഓപ്ഷൻ എ ചിരി. ഓപ്ഷൻ ബി കൂട്ട്. ഓപ്ഷൻ സി തുണ. ഓപ്ഷൻ ഡി ഹോപ്പ്. ഉത്തരം ഓപ്ഷൻ ബി കൂട്ട്. 60-ാമത്തെ ചോദ്യം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 61-ാമത്തെ ചോദ്യം. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു. ഓപ്ഷൻ ബി പരാഗണം. ഓപ്ഷൻ സി പൂബീജങ്ങൾ രൂപം കൊള്ളുന്നു. ഓപ്ഷൻ ഡി അണ്ഡം ഉണ്ടാകുന്നു. ഉത്തരം ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു. 62-ാമത്തെ ചോദ്യം. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ബയോസ്ഫിയർ റിസർവുകൾ. ഓപ്ഷൻ ബി നാഷണൽ പാർക്കുകൾ. ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി റിസർവുകൾ. ഉത്തരം ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. 63-ാമത്തെ ചോദ്യം. ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഫേനം. ഓപ്ഷൻ ബി റൈബോസോം. ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. ഉത്തരം ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. 64-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഓപ്ഷൻ എ ക്രിയാറ്റിനിൻ. ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. ഓപ്ഷൻ സി സൂബെറിൻ. ഓപ്ഷൻ ഡി ലിഗ്നിൻ. ഉത്തരം ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. 65-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ പ്രോട്ടിയേസ്. ഓപ്ഷൻ ബി ലിപ്പേസ്. ഓപ്ഷൻ സി പെപ്സിൻ. ഓപ്ഷൻ ഡി ട്രിപ്സിൻ. ഉത്തരം ഓപ്ഷൻ ബി ലിപ്പേസ്. 66-ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. ഓപ്ഷൻ സി മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. ഓപ്ഷൻ ഡി വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണം കുറയും. ഉത്തരം ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. 67-ാമത്തെ ചോദ്യം. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയും തെറ്റും കണ്ടെത്തുക. 1. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. 2. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. 3. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. 4. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. ഉത്തരം 1, 2, 3 ശരി, 4 തെറ്റ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. 68-ാമത്തെ ചോദ്യം. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തേനീച്ച വളർത്തൽ. ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. ഓപ്ഷൻ സി പട്ടുനൂൽ പുഴു വളർത്തൽ. ഓപ്ഷൻ ഡി മത്സ്യം വളർത്തൽ. ഉത്തരം ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. 69-ാമത്തെ ചോദ്യം. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങൾ കാണപ്പെടുന്ന അഗ്നിസന്ധി ഏത്? ഓപ്ഷൻ എ
ഗോളര സന്ധി. ഓപ്ഷൻ ബി വിജാഗിരി സന്ധി. ഓപ്ഷൻ സി കീലസന്ധി. ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. ഉത്തരം ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. 70-ാമത്തെ ചോദ്യം. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. 2 പേശീകോശത്തിനും ന്യൂട്രോണിനുമിടയിൽ കാണുന്നു. 3 2 ന്യൂട്രോണുകൾക്കിടയിൽ കാണുന്നു. 4 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. ഉത്തരം 2, 3. പേശീകോശത്തിനും ന്യൂട്രോണിനുമിടയിൽ കാണുന്നു. 2 ന്യൂട്രോണുകൾക്കിടയിൽ കാണുന്നു. 71-ാമത്തെ ചോദ്യം. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഓപ്ഷൻ എ ക്ലോറിൻ. ഓപ്ഷൻ ബി ബ്രോമിൻ. ഓപ്ഷൻ സി ഫ്ലൂറിൻ. ഓപ്ഷൻ ഡി അയോഡിൻ. ഉത്തരം ഓപ്ഷൻ സി ഫ്ലൂറിൻ. 72-ാമത്തെ ചോദ്യം. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. ഓപ്ഷൻ എ നിക്രോം. ഓപ്ഷൻ ബി അൽനിക്കോ. ഓപ്ഷൻ സി സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓപ്ഷൻ ഡി വെങ്കലം. ഉത്തരം ഓപ്ഷൻ ബി അൽനിക്കോ. 73-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പൊളിത്തീൻ. ഓപ്ഷൻ ബി പോളിവിനൈൽ ക്ലോറൈഡ്. ഓപ്ഷൻ സി ബാക്ലൈറ്റ്. ഓപ്ഷൻ ഡി നൈലോൺ. ഉത്തരം ഓപ്ഷൻ സി ബാക്ലൈറ്റ്. 74-ാമത്തെ ചോദ്യം. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ്. ഓപ്ഷൻ ബി ഗോൾഡ്സ്റ്റൺ. ഓപ്ഷൻ സി ജെ തോംസൺ. ഓപ്ഷൻ ഡി വില്യം ക്രൂക്സ്. ഉത്തരം ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ്. 75-ാമത്തെ ചോദ്യം. LPGയിലെ മുഖ്യ ഘടകം. ഓപ്ഷൻ എ മീഥെയ്ൻ. ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ. ഓപ്ഷൻ സി ഈഥൈൻ. ഓപ്ഷൻ ഡി പ്രൊപ്പൈൻ. ഉത്തരം ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ. 76-ാമത്തെ ചോദ്യം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ഓപ്ഷൻ എ വേഗത. ഓപ്ഷൻ ബി ദൂരം. ഓപ്ഷൻ സി സ്ഥാനാന്തരം. ഓപ്ഷൻ ഡി ത്വരണം. ഉത്തരം ഓപ്ഷൻ ഡി ത്വരണം. 77-ാമത്തെ ചോദ്യം. ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ പാസ്കൽ. ഓപ്ഷൻ ബി ന്യൂട്ടൺ. ഓപ്ഷൻ സി ജൂൾ. ഓപ്ഷൻ ഡി കലോറി. ഉത്തരം ഓപ്ഷൻ ബി ന്യൂട്ടൺ. 78-ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ്. ഓപ്ഷൻ എ സ്ഥിതികോർജം. ഓപ്ഷൻ ബി ഗതികോർജം. ഓപ്ഷൻ സി യാന്ത്രികോർജം. ഓപ്ഷൻ ഡി സ്ഥാനോർജം. ഉത്തരം ഓപ്ഷൻ ബി ഗതികോർജം. 79-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സൗരോർജം. ഓപ്ഷൻ ബി കാറ്റിൽ നിന്നുള്ള ഊർജം. ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ. ഓപ്ഷൻ ഡി ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഉത്തരം ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ. 80-ാമത്തെ ചോദ്യം. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം. ഓപ്ഷൻ എ അൾട്രാസോണിക്. ഓപ്ഷൻ ബി ഇൻഫ്രാസോണിക്. ഓപ്ഷൻ സി ഭൂകമ്പ തരംഗങ്ങൾ. ഓപ്ഷൻ ഡി സിസ്മിക് തരംഗം. ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.